പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വിശുദ്ധ നൊയിമ്പിലാണ്. ഓരോ നൊയിമ്പും നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി രൂപാന്തരപ്പെടുത്തണം. നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന ഏത് മേഖലകളിലാണെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ നാവ് കൊണ്ടായിരിക്കാം. ഓരോ ദിവസവും എത്രയോ പാപങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എഫേസസ് ലേഖനത്തിൽ സെന്റ് പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്, നിങ്ങളുടെ നാവിനെ നന്നായിട്ട് ഉപയോഗിക്കണം. 4:29 പറയാണ്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അങ്ങനെ ആശംസിക്കുന്നത് അത് ചെയ്യാൻ സാധിക്കും. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഉന്നതിക്കുതകും വിധം സന്ദർഭം അനുസരിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കണം. അത് ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, പ്രിയപ്പെട്ടവരോട്, അങ്ങനെ നമ്മുടെ നാവിനെ രൂപാന്തരപ്പെടുത്തണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം നമ്മളെ ഭയപ്പെടുത്തുകയാണ്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കും. അശുദ്ധ പാപങ്ങൾ മാത്രമല്ല, ഈ നാവ് നമ്മുടെ ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം ഗൗരവം, എത്രമാത്രം ശ്രദ്ധ. ഒരു വ്യഭിചാരത്തെ വെറുക്കുന്നത് പോലെ, മദ്യപാനത്തെ വെറുക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാവിലൂടെ ഉണ്ടാകുന്ന പാപങ്ങളെ, കുറവുകളെ നമ്മൾ വെറുക്കണം എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് വചനം ആവർത്തിക്കുകയാണ്, ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അതേ നാവ് കൊണ്ട് തന്നെ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശപിക്കുന്നു. യാക്കോബ് 3:8-9 മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, ജീവിതത്തെ, സഭയെ, ചുറ്റുമുള്ളവരെ നിരന്തരം ശപിക്കുന്ന ഒരു പ്രകൃതം, ഇതിന് മാറ്റം വരാൻ നമ്മൾ ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 23:13 അസഭ്യ ഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. ഈ പരിശുദ്ധമായ വചനങ്ങൾ ഈ വിശുദ്ധ നൊയിമ്പിൽ വിലയുള്ള നല്ല കാര്യങ്ങൾ പറയുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന കാര്യങ്ങൾ പറയുവാൻ, സ്നേഹത്തിന്റെ വാക്കുകൾ പറയുവാൻ, നന്മയുടെ വാക്കുകൾ പറയുവാൻ, പടുത്തുയർത്തലിന്റെ വാക്കുകൾ പറയുവാൻ, സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.